ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. YSRനെ ചുറ്റിപ്പറ്റിയാണ് ആന്ധ്രാ രാഷ്ട്രീയം കറങ്ങുന്നതെങ്കിൽ YSRൻ്റെ സഹോദരൻ്റെ മരണമാണ് ഇനി കോൺഗ്രസ് ഉയർത്തുന്ന വിഷയവും ജഗ്മോഹൻ്റെ പടിയിറക്കത്തിലേക്ക് നയിക്കുന്നത് എന്നും വിലയിരുത്തലുകൾ വരികയാണ്. അതായത് കോൺഗ്രസിൻ്റെ മണ്ണായിരുന്ന ആന്ധ്രാപ്രദേശ് രണ്ടായി വിഭജിച്ചപ്പോൾ ഒന്ന് ചന്ദ്രശേഖർ റാവുവും മറ്റൊന്ന് ജഗ്മോഹൻ റെഡ്ഡിയും കുത്തകയാക്കി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആന്ധ്രാപ്രദേശിൻ്റെ മണ്ണ് കോൺഗ്രസിന് എന്നും വളക്കൂറുള്ളതാണ്. നേതൃത്വം ശരിയായി പ്രവർത്തിച്ചാൽ കോൺഗ്രസ് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് തെലങ്കാനയിൽ തെളിയിച്ചു കഴിഞ്ഞു. ആന്ധ്രയിൽ കോൺഗ്രസ് ഉണർന്ന് കൊടുങ്കാറ്റായി മാറിയാലും ഇനി അത്ഭുതപ്പെടാനില്ല. തെലങ്കാന നൽകിയ ആത്മവിശ്വാസത്തിൽ ആന്ധ്രയും കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണിപ്പോൾ. കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും പിന്നാലെ ഒരിക്കൽ അടിപതറിയ ആന്ധ്ര കൂടി തിരിച്ചു പിടിക്കാനുള്ള കരുനീക്കങ്ങളെല്ലാം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. അതിനായി അവർ മുന്നോട്ട് വെച്ചത് ഒരിക്കൽ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി ഒടുവിൽ തിരിച്ചെത്തിയ കിടിലൻ വനിതാ നേതാവിനെയാണ്, YS ശർമിള. ശർമിളയുടെ ഈ മടങ്ങിവരവ് സ്വന്തം സഹോദരൻ്റെ രാഷ്ട്രീയ എതിരാളിയായിട്ടാണ്. മാത്രമല്ല രണ്ടുപേരും ആന്ധ്രയുടെ മണ്ണ് കീഴടക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ പിതാവിൻ്റെ പേരിലാണെങ്കിൽ ആ പിതാവ് ജീവന് തുല്യം സ്നേഹിച്ച കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് ശർമിളയുടെ വരവ്. അവിടെയാണ് ജഗ്മോഹൻ റെഡ്ഡിക്ക് കാലിടറുമെന്ന് 1-2 ദിവസമായി മാധ്യമങ്ങൾ എഴുതി തുടങ്ങിയത്. നമുക്കറിയാം 2009 ഹെലികോപ്റ്റർ തകർന്നുള്ള ഒരു അപകടത്തിൽ YSR മരണപ്പെട്ടപ്പോൾ മനം നൊന്ത് അന്ന് ആന്ധ്രാപ്രദേശിൽ ആത്മഹത്യ ചെയ്തതും അല്ലാതെയും മരിച്ചു വീണത് 122ഓളം ആളുകളാണ്. അത്രയ്ക്കും ആത്മബന്ധമായിരുന്നു YSRും ആന്ധ്രാപ്രദേശിലെ ജനങ്ങളും തമ്മിലുണ്ടായിരുന്നത്. 2014 ആന്ധ്ര വിഭജനത്തോടുകൂടി കോൺഗ്രസിനെ ആന്ധ്രക്കാർ ഒരു ശത്രുപക്ഷത്ത് നിർത്തുകയായിരുന്നു. പക്ഷേ അതല്ല എന്ന് പറയാൻ YSR അവിടെ ഇല്ലായിരുന്നു എന്നതാണ് പ്രധാന കാരണം. ആന്ധ്രയെ വിഭജിക്കുന്നതിന് ആന്ധ്രാപ്രദേശുകാർ എതിരും തെലങ്കാനക്കാർ അനുകൂലവുമായിരുന്നു. അവിടെയാണ് ജഗ്മോഹൻ റെഡ്ഡിയും കുടുംബവും കോൺഗ്രസിനോട് കൂടുതൽ അകന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജഗ്മോഹൻ റെഡ്ഡി അറസ്റ്റിലായപ്പോൾ YSR കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ വിജയമ്മ എന്ന വിജയലക്ഷ്മിയും മകൾ ശർമിളയുമാണ് ഏറ്റെടുത്തതും വിജയിപ്പിച്ചതും. അവരാണിപ്പോൾ കോൺഗ്രസിലെത്തിയിരിക്കുന്നത്. സഹോദരനെ പോലെ തന്നെയായിരുന്നു ശർമിളയും. കൃത്യമായ ആസൂത്രണങ്ങൾ, കൃത്യമായ പദ്ധതികൾ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ, നേതൃത്വ പാടവം എല്ലാത്തിനും ശർമിള ജഗ്മോഹൻ റെഡ്ഡിയുടെ അതേ സൂക്ഷ്മത തന്നെ നിലനിർത്തുകയും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. ജഗ്മോഹൻ അറസ്റ്റിലായ 2012 വിഭജിക്കാത്ത ആന്ധ്രയിലൂടെ ശർമിള 3112 കിലോമീറ്റർ നീളുന്ന പദയാത്ര നടത്തി. ഇതുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു. അതേസമയം YSR കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയ്ക്കും ശർമിളയുടെ യാത്ര അന്ന് തുടക്കമിട്ടു. ആ ശക്തമായ പോരാട്ടത്തിലൂടെയാണ് 2014 തെരഞ്ഞെടുപ്പിൽ ശർമിളയുടെ പാർട്ടി 70 സീറ്റുകൾ നേടി പ്രധാന പ്രതിപക്ഷമായത്. ഇതെല്ലാം ശർമിളയുടെ നേട്ടങ്ങളായി ആന്ധ്രാപ്രദേശ് സാക്ഷ്യപ്പെടുത്തിയ സത്യങ്ങളായിരുന്നു. ആ ശക്തിയാണ് ഇന്ന് കോൺഗ്രസിലെത്തിയിരിക്കുന്നത്. പിതാവിൻ്റെ പേരും പറഞ്ഞ് അധികാരം നിലനിർത്തിപ്പോകുന്ന ജഗ്മോഹൻ റെഡ്ഡിക്ക് വലിയൊരു തിരിച്ചടി ശർമിളയും വിജയമ്മയും നൽകാൻ പോകുന്നത് ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും എന്നതും മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നു. YSRൻ്റെ സഹോദരൻ വിവേകാനന്ദ റെഡ്ഡിയുടെ കൊലപാതകം, ആ കൊലപാതകവും അതിൻ്റെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന കടപ്പ MP അവിനാഷ് റെഡ്ഡിക്കുള്ള ജഗ്മോഹൻ്റെ പിന്തുണയുമാണ് എല്ലാ പ്രശ്നങ്ങളും രൂക്ഷമാക്കിയത്. അത് തന്നെ ഒരാവർത്തി കൂടി ആന്ധ്രയിൽ ആഞ്ഞടിച്ചാൽ ജഗ്മോഹൻ റെഡ്ഡി കടപുഴകി വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ നീക്കങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ YSR കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിർത്തി നയിക്കുകയും വളർത്തുകയും ചെയ്ത ശർമിളയെ ജഗൻ്റെ അസ്ത്രമെന്നാണ് അനുയായികൾ ഒരു കാലത്ത് വിളിച്ചിരുന്നത്. ഇന്ന് ആ അസ്ത്രം ജഗ്മോഹൻ റെഡ്ഡിക്കു നേരെ തന്നെ വരികയാണ്. അതായിരിക്കും ഇനി ആന്ധ്രയുടെ കോൺഗ്രസ് മുന്നേറ്റം പ്രവചനാതീതമാകുന്നത്.